നമസ്കാരം. വളരെ വ്യത്യസ്തമായ പുതിയൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പൊതുവായതും പക്ഷേ മെജോറിറ്റിയും തെറ്റിച്ച് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. നമുക്ക് ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കണ്ടാലോ? അതായത് വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ ഇത് രണ്ടും ലോ ഓഫ് അട്രാക്ഷനിൽ ഉപയോഗിക്കുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ടൂളുകളാണ്. സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയ മറ്റു കാര്യങ്ങളുമുണ്ട്. ഇവിടെ നമ്മൾ മെജോറിറ്റിയും വരുത്തുന്ന ഒരു തെറ്റ് എന്താന്ന് പറഞ്ഞാൽ, അഫർമേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി നേടിക്കഴിഞ്ഞതായിട്ട് എഴുതുക. ഇത് വളരെ വലിയൊരു തെറ്റാണ്. അതായത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം വേണം. നിങ്ങൾക്കൊരു ജോലി വേണം. ജോലി വേണമെന്നിരിക്കെ നിങ്ങളത് കിട്ടിക്കഴിഞ്ഞായിട്ട് എനിക്ക് ആ ജോലി കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വിധത്തിൽ എഴുതുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ബോധമനസ്സ് അത് അംഗീകരിക്കാൻ ഒരു വിമുഖത കാണിക്കും, അല്ലേ? ബോധമനസ്സിനോട് നമ്മൾ കളവ് പറയുകയാണ്, എനിക്കത് കിട്ടിയിട്ടില്ല, പക്ഷെ കിട്ടി എന്ന് നമ്മുടെ അവിടെ കളവ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോധമനസ്സ് പലപ്പോഴും അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധമനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിന് അതിനെ കബളിപ്പിക്കാതെ, അതിനെ തെറ്റിദ്ധരിപ്പിക്കാതെ, അല്ലെങ്കിൽ അവിടെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ നമ്മൾ അഫർമേഷൻ കൊടുത്താൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയാൽ ഒക്കെ കൂടുതൽ ഫലപ്രദമായിട്ട് കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ നടക്കും. അപ്പോൾ അതെങ്ങനെയാണ്? നമുക്കൊരു ജോലി വേണം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം നേടണം. അവിടെ ബോധമനസ്സിനെ കൺഫ്യൂസ് ചെയ്യാതെ, തെറ്റിദ്ധരിപ്പിക്കാതെ, അല്ലെങ്കിൽ അവന് ആശയക്കുഴപ്പം ഉണ്ടാക്കാതെ എങ്ങനെയാണ് നമ്മളവിടെ സ്ക്രിപ്റ്റ് എഴുതുക അല്ലെങ്കിൽ അഫർമേഷൻ കൊടുക്കുക? അതിന് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസിലെ നമ്മുടെ അഫർമേഷൻസ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ജോലിയാണ് വേണ്ടത് എന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എനിക്ക് വളരെ വേഗം ഒരു ജോലി ലഭിക്കുന്നതിന് നന്ദി എന്നുള്ള വിധത്തിൽ അഫർമേഷൻ കൊടുക്കുക. നോക്കൂ, ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി, നന്ദി എന്നുള്ള നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ചേർത്തുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അത് ഫലത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. എനിക്ക് വളരെ വേഗം ഒരു ജോലി ലഭിക്കുന്നതിന് നന്ദി. ഇവിടെ ഈ ഒരു ജോലി ലഭിക്കുന്നതിനെന്ന് ഞാനത് പൊതുവായിട്ട് പറഞ്ഞതാണ്. നിങ്ങളൊരു കൃത്യമായിട്ടൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ജോലിയുടെ പേര് നിങ്ങൾക്ക് അവിടെ ചേർക്കാം. അത് കൂടുതൽ ഫലപ്രദമാവും. അതല്ല, പൊതുവായിട്ടൊരു ജോലിയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, അങ്ങനെയാണെങ്കിൽ ജോലി എന്ന് മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ എനിക്ക് വളരെ മനോഹരമായ ഒരു വീട് വളരെ വേഗം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതിന് നന്ദി. ഈ വിധത്തിലാണ്. അല്ലാതെ ഒരു വീട് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്ന് കൊടുത്താലുള്ള പ്രോബ്ലം, അവനവൻ്റെ കോൺഷ്യസ്, അവനവൻ്റെ ബോധത്തിന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അവിടെ ആശയക്കുഴപ്പം സംഭവിക്കും. മനസ്സിലായോ? ആശയക്കുഴപ്പം സംഭവിച്ചാൽ എന്താ പറ്റുക? ഫലപ്രാപ്തി അത് ബാധിക്കും, അല്ലേ? പക്ഷേ വിഷ്വലൈസേഷനിലേക്ക് വരുമ്പോൾ നേരെ മാറി കാര്യങ്ങൾ. വിഷ്വലൈസേഷനിലേക്ക് വരുമ്പോൾ എന്താ? നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ ആ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ, അവിടെ ശമ്പളം വാങ്ങിക്കഴിഞ്ഞാൽ, അവിടെ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ വൈകാരികമായിട്ടുള്ളൊരു ഭാവം? ഒരു സന്തോഷം, സംതൃപ്തി. മനസ്സിലായോ? അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം, ആ ഫീലിങ്സ് അനുഭവിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. അതല്ലാതെ അവിടെ എന്നോ കിട്ടാൻ പോകുന്നതിനെ ഓർത്തിട്ടല്ല. അത് കിട്ടിക്കഴിഞ്ഞതായിട്ട്, അതിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിട്ടുള്ളൊരു ഫീല് നമ്മുടെ സബ് കോൺഷ്യസിൽ ഇമേജസ് ആയിട്ട് കൊടുക്കണം. ഇനി ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വീട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട്, ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നതായിട്ട്, ആ വീട്ടിൽ നിങ്ങൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതായിട്ട്, ആ വീട്ടിൽ പുതിയ പുതിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നതായിട്ട്, ആ വീട്ടിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷമായിട്ട് ചിലവഴിക്കുന്നതായിട്ട്, ഇതെല്ലാം നമ്മളവിടെ കാണണം. അതുപോലെ ആ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളൊരു സിനിമ കാണുന്നതായിട്ട്, ആ വീട്ടിലിരുന്നു കൊണ്ട് പാട്ട് കേൾക്കുന്നതായിട്ട്, അതുപോലെ ആ വീട്ടിലിരുന്നു കൊണ്ട്, ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഇമാജിനേഷൻ അവിടെ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അഫർമേഷനിലും വിഷ്വലൈസേഷനിലും കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമീപന രീതിയിൽ നമ്മൾ വരുത്തുന്ന അല്ലെങ്കിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്. ഇത് മെജോറിറ്റിയും തെറ്റിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. പലപ്പോഴും വീഡിയോയുടെ കമൻറ്റുകളിലും അതുപോലെ ആളുകൾ ചോദിക്കുമ്പോഴുമെല്ലാം ഈ ഒരു തെറ്റ്, ഈ ഒരു ആശയക്കുഴപ്പം പലരിലുമുണ്ട്.
അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ സംബന്ധമായിട്ട് കൃത്യമായിട്ട്, സമഗ്രമായിട്ട്, ലളിതമായിട്ട്, ആധികാരികമായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിലൂടെ ഒരു ജീവിതത്തിലെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കൈവരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ്ങുകളുണ്ട്. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് അത് ചെയ്യേണ്ടത്. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 21 ദിവസമാണ് എൻ്റെ കാലാവധി. നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ ഏതൊരു വ്യക്തിക്കും ഏറ്റവും ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ. അതേക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിലോ 7510164997 എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഈ ഒരു വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. പിന്നെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.